ആന സൈഡ് പറ്റാൻ വന്നിട്ടാണ് ഈ കാലെടുത്ത് ചവിട്ടുന്നത്. കൈ കുത്തി വീണപ്പോഴത്തേക്ക് കൈയുടെ ഇവിടെ ഒരു ചെറിയ ഒരു ഇതുണ്ട്. പിള്ളേരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. കാര്യം ഒരു ആനയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കാനോ ഒന്നും അല്ലായിരുന്നു. പുള്ളി റോഡ് ക്ലിയർ ചെയ്ത് വിട്ടു, അത്രയേ ഉള്ളായിരുന്നു. ആന രണ്ടാമത് കാല് വെച്ചത് കക്ഷിയുടെ ദേഹത്ത് തട്ടിയോ എടുത്തില്ല. ആ കാല് മാറ്റി വെച്ചാണ് ആന പോയത്. നമസ്കാരം. ഉത്സവ എഴുന്നള്ളിപ്പിനിടെ ദേവിയുടെ തിടമ്പേറ്റി വരുന്ന ആന റോഡിലെ ഗതാഗതം നിയന്ത്രിച്ചു വിടുന്ന ഒരു ചെറുപ്പക്കാരൻ. പൊടുന്നനെ ആന പിൻകാല് പൊക്കി ഒറ്റത്തൊഴി. ആ ചെറുപ്പക്കാരൻ തെറിച്ചുപോയി. അയാൾക്ക് എന്ത് സംഭവിച്ചു? അയാൾ തന്നെ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കണക്ക് നമ്മളെ കെട്ടുകാഴ്ചയായിട്ട് പോയതുകൊണ്ട് പോയ വഴിക്ക് കണക്ക് വണ്ടി നമ്മളാ നിയന്ത്രിക്കുന്നത് കൂടുതലായിട്ടേ. കുട്ടിക്കടയിലും എവിടെ ആയാലും വണ്ടി നമ്മളാ നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആന സൈഡ് പറ്റാൻ വന്നിട്ടാണ് ഈ കാലെടുത്ത് ചവിട്ടുന്നത്. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോഴേ നീങ്ങി മാറിയിട്ട് സൈഡിലോട്ട് മാറിയിട്ട് പിന്നെ ആന മുമ്പോട്ട് പോയതിനു ശേഷം ചെരുപ്പിട്ടോണ്ട് പിന്നെ മുമ്പോട്ട് പോകുന്നത്. അന്നേരത്തേക്ക് ഈ ചെന്ന് വീണേന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ, ഇപ്പൊ പരിക്ക് കൈക്ക് ചെറിയ പൊട്ടലും കാര്യങ്ങളെ ഉള്ളായിരുന്നു. ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് നമുക്ക് വേറൊന്നും പറ്റിയില്ല. വലിയൊരു ഭാഗ്യത്തില് നിക്കുക ശരിക്കും പറഞ്ഞു. എന്താ അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല. പല കമന്റുകളൊക്കെയാണ് വരുന്നുണ്ട്. നമ്മളങ്ങനെ മദ്യപിച്ചിട്ടുള്ള രീതിയിലല്ല. ആ സീൻ കാണുമ്പോ അറിയാല്ലേ, വീഡിയോ കാണുമ്പോ അറിയാലോ. സൈഡ് പറഞ്ഞ് നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്കാണ് സംഭവിക്കുന്നത്. അപ്പോഴേ നീങ്ങി മാറിയിട്ട് ഞാൻ പിന്നെ മൂടി മാറിയത്. ആൾക്കാരെല്ലാം അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിളിച്ച് രാവിലെ തൊട്ടേ വിളിയാ. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മള് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവര് മൊത്തം അറിഞ്ഞു പോയില്ല. അതുകൊണ്ട് പിന്നെ നമ്മക്ക് ശരിക്കും ഒരുപാട് ആരും അറിഞ്ഞില്ലായിരുന്നു. അല്ല, അന്നേരം പുറക്കെ നിന്ന് കുറച്ചുപേരെ ഉള്ളായിരുന്നു. പിന്നെ വിളി വന്നോണ്ടേയിരിക്കുന്നത്. വീട്ടിലൊക്കെ എങ്ങനെ? വീട്ടിൽ പിള്ളേരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. ദേവി തിടമ്പേറ്റി വെച്ചിരുന്നതല്ലേ. ആനപ്പുറത്ത് തന്നെ ഇതിന്റെ കണ്ടു തിടമ്പേറ്റി വെച്ചിരുന്ന. അന്നേരം അതിന്റെ എല്ലാം കൊണ്ടും വളരെ ഭാഗ്യവും നമ്മളെ വീടിന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഭാഗ്യം അത്. ഇല്ലെങ്കിൽ ഇതായിരിക്കത്തില്ല നടക്കുന്നത്. പണ്ട് തൊട്ടേ നമ്മള് ജനിച്ച് അവിടെ തന്നെ വീടും കുടുംബവും എല്ലാം. എന്നിട്ട് ഇടയ്ക്ക് നമ്മള് ചെറിയ അമ്പലമായിരുന്നപ്പോ നമ്മള് കയറി പൂജിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസമുണ്ട്, ആ ഭാഗ്യമുണ്ട്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ വേഗം പ്രചരിച്ച ഒരു വീഡിയോ ആയിരുന്നു ഉത്സവത്തിനായി എഴുന്നള്ളിച്ച ആന ഗതാഗതം നിയന്ത്രിച്ച ആളെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത്. കൊല്ലം വാളത്തങ്കൽ തച്ചിലൊഴികത്ത് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ ദേവിയുടെ തിടമ്പും വഹിച്ചു വന്ന തടത്താവിള രാജശേഖരൻ എന്ന ആനയാണ് ക്ഷേത്ര പരിസരത്തെ താമസക്കാരനും ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹി കൂടിയായ ഓട്ടോ ഡ്രൈവർ മനോജിനെ തട്ടിമാറ്റിയത്. മനോജിനെ തട്ടി താഴെയിട്ട ശേഷം ആന ഇയാളെ മറികടന്ന് പോവുകയായിരുന്നു. താഴെ വീണപ്പോൾ കൈക്ക് മാത്രം നിസ്സാര പരിക്കേറ്റു. സംഭവ സമയത്ത് ആരോ ഇത് മൊബൈലിൽ ചിത്രീകരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതോടെയാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കം വിവരം അറിയുന്നത്. അല്ല, ഒരു ആന ചവിട്ടണമെങ്കിൽ ചവിട്ടിയന അടുത്ത കാലിൽ ചവിട്ടിയാനായിരുന്നു. അത് അങ്ങനെയല്ല, സൈഡിലോട്ട് മാറി നിൽക്കാൻ വേണ്ടി ചെറുതായിട്ട് തട്ടി, അത്രേ ഉള്ളൂ. ഞാൻ ഒതുങ്ങി നിൽക്കാനാ പറഞ്ഞു. ഈ പറഞ്ഞ മനോജ് എന്ന് പറയുന്ന വ്യക്തി, അത് എന്റെ ചേട്ടൻ, പുള്ളിക്കാരെ അറിയുന്നില്ല, ഈ ആന വരുന്ന അറിയുന്നില്ല. ഈ വണ്ടി അവിടെ റോഡ് ബ്ലോക്കായി, അങ്ങനെ ഒതുക്കി വിട്ടതാണ് പുള്ളി. അതാണ് പറ്റിപ്പോയത്. വേറെ അതിനകത്ത് വേറെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഒരു ആനയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കാനോ ഒന്നും അല്ലായിരുന്നു. പുള്ളി റോഡ് ക്ലിയർ ചെയ്ത് വിട്ടു, അത്രയേ ഉള്ളായിരുന്നു. അല്ല, അതിനകത്ത് വേറെ വഴക്കോ അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടിക്കാലം മുതലേ ഈ ക്ഷേത്രവുമായി അടുത്ത ബന്ധമാണ് മനോജിനുള്ളത്. ക്ഷേത്രത്തിലെ പൂജാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സമീപത്തെ കൂട്ടിക്കട ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും റെയിൽവേ ഗേറ്റ് തുറക്കുന്ന സമയത്തുമുള്ള ഗതാഗത കുരുക്കൾ നിയന്ത്രിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് മനോജ്. ശ്രീ ഭഗവതി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കെട്ടുകാഴ്ച നടന്നപ്പോഴാണ് ഈ പ്രസ്തുത സംഭവം നടക്കുന്നത്. അപ്പം മനോജ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നപ്പോൾ ഒരു ബസ് കയറി വന്നപ്പോഴാണ് മനോജ് ബസ്സിന് സൈഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ബാക്കിലോട്ട് വന്നതാണ്. അപ്പോൾ ആന കയറി വരുന്നത് മനോജ് കണ്ടില്ല. അപ്പം ആന കയറി വന്നു. ആനയുടെ കുറച്ച് അടുത്തായതിന് വന്നതിന് ശേഷമാണ് ഇതറിയുന്നതാണ്. അപ്പോഴത്തേക്ക് ആന ചെറുതായിട്ടൊന്ന് തട്ടി മാറ്റി മനോജ് തറയെ വീണു. മനോജ് അന്നേരം തന്നെ എണീറ്റ് ഘോഷയാത്രയുടെ കൂടെ പോവുകയും ചെയ്തു. കക്ഷിക്ക് മറ്റു പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ദേവിയുടെ ചൈതന്യം മേടിയിരിക്കുന്നതിനെ കൊണ്ട് ആ ചൈതന്യത്തിന്റെ ഭാഗമായിട്ട്
ആന രണ്ടാമത് കാല് വെച്ചത് കക്ഷിയുടെ ദേഹത്ത് തട്ടിയോ എടുത്തില്ല. ആ കാല് മാറ്റി വെച്ചാണ് ആന പോയത്. അത് ഈ മേളിലിരുന്ന ഭഗവതിമാരുടെ കാരുണ്യം കൊണ്ടും അദ്ദേഹത്തിന്റെ മക്കളുടെ ഭാഗ്യവും ആയുസിന്റെ ദൈർഘ്യം കൊണ്ടും കക്ഷി രക്ഷപ്പെട്ടു. 2026 ഏറ്റവും വലിയ ഭാഗ്യവാൻ നമുക്ക് അറിയപ്പെടാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ വീഡിയോ പങ്കുവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന തലക്കെട്ടുകളും കമന്റുകളും തന്നെയും കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്ന് മനോജ് കൂട്ടിച്ചേർത്തു. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷവും ഈ ചെറുപ്പക്കാരൻ പങ്കുവെക്കുന്നു.